ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ്ത് സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA സിലബസിലുള്ള ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കലിലെ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത് നമുക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു ടോസ്റ്റ് ഹെലോ വേൾഡ്. അപ്പോൾ ഒരു പ്രോഗ്രാം ആൻഡ്രോയിഡിൽ നമ്മൾ എഴുതണം. ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹെലോ വേൾഡ് എന്ന് പറയുന്നത് ടോസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഹെലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കത് ചെയ്യുന്ന എക്ലിപ്സ് IDEയിലേക്ക് പോകാം. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത് എക്ലിപ്സ് IDE ഉപയോഗിച്ചിട്ടാണ്. എക്ലിപ്സ് ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പണായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫയൽ എന്ന് പറയുന്ന മെനുവിൽ പോയി കഴിഞ്ഞാൽ, ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ഉണ്ട്. ആ ന്യൂവിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നെയിം കൊടുക്കാനുണ്ടാവും. അത് എനിക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഹലോ വേൾഡ് ടോസ്റ്റ് ചെയ്യാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ബാക്കിയൊന്നും ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പിന്നെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നെക്സ്റ്റ് അടിച്ചാൽ മതി. ദെൻ ഫിനിഷ്. അങ്ങനെ ഫിനിഷ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഇതാണ് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയാം, തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഗ്രാഫിക്കൽ ലേ ഔട്ട് ഉണ്ട്, ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML. ഇത് കോഡാണ്. ഇവിടെ നമ്മൾ കാണുന്ന ലേ ഔട്ടിന്റെ കറസ്പോണ്ടിങ് കോഡാണിത്. ഓക്കെ, ഇവിടെ രണ്ട് ടാബായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഡിസൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡ് എന്ന് ടോസ്റ്റ് ചെയ്ത് കാണിക്കണം. ടോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് റൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇവിടെ ഈ ഹലോ വേൾഡ് തൽക്കാലം ഇതൊരു ടെക്സ്റ്റ് വ്യൂ ആണ്. ഇത് തൽക്കാലം ഇത് ബൈ ഡീഫോൾട്ട് വരുന്നതാണ്. ഇത് ഞാൻ ഒഴിവാക്കുകയാണ്, ഇത് ഡിലീറ്റ് ചെയ്തു. ദെൻ ഇവിടേക്ക് ഒരു ബട്ടൺ എനിക്ക് പിന്നെ കൊണ്ടുവരണം ഡിസൈനിലേക്ക്. അപ്പോൾ ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഫോം വിഡ്ജറ്റ് കാണാം. ഇത് കാണുന്നുണ്ടല്ലോ, ഫോം വിഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവം കാണാം. ഇവിടെ ബട്ടൺ ഉണ്ട്, ബട്ടൺ. ഈ ബട്ടൺ നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇവിടെ ഫോം വിഡ്ജറ്റ് ഉണ്ട്. ആ ഫോം വിഡ്ജറ്റിൽ നിങ്ങൾ ഒരു ബട്ടൺ നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. കണ്ടോ, ഇവിടെ ഫോം വിഡ്ജറ്റിൽ നിന്ന് ഒരു ബട്ടൺ നേരെ ഡ്രാഗ് ചെയ്തിടുക. അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ അതിനൊരു ID ഒക്കെ വന്നിട്ടുണ്ടാവും. ഇനി ടെക്സ്റ്റ് എന്നുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ബട്ടൺ എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ ക്ലിക്ക് എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഗ്രാഫിക്കൽ ലേഔട്ടിലേക്ക് വന്ന് അവിടെ ക്ലിക്ക് എന്നായിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ, ഞാൻ കേസർ കൊണ്ടുപോയി ഇവിടെ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രോഗ്രാമിൽ ആകെ ഡിസൈനിൽ ഇത്രേ ചെയ്യാനുള്ളൂ. ഒരു ബട്ടൺ ഡ്രാഗ് ചെയ്തിടുക, ആ ബട്ടണിൻ്റെ ഒരു ടെക്സ്റ്റ് മാറ്റി കൊടുക്കുക. കറസ്പോണ്ടിങ് കോഡ് ഇവിടെ വന്നിട്ടുണ്ടാവും. ബേസിക് ആയിട്ട് ഇതിങ്ങനെ ബട്ടൺ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അതിനൊരു ടെക്സ്റ്റ് ആൻഡ്രോയിഡ് കോളൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആൻഡ്രോയിഡ് കോളൻ ID ഉണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഡിസൈനിങ് കഴിഞ്ഞു. ഇതാണ് XML, ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്? ലേ ഔട്ട്, RES എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ, ലേ ഔട്ട് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, XML ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത എനിക്ക് ജാവ കോഡ് എഴുതണം. എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ SRCൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ, SRC എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനുള്ളിൽ com.example.hello world, നമ്മൾ ഏതാണോ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത് അതാണ് വരിക. അത് ഇവിടെ ഈ ആരോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്ന് കാണാം. കണ്ടോ, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്ന് പറയുന്ന പേജിലാണ് ഞാൻ ജാവ കോഡ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള കോഡ് എഴുതേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ബട്ടൺ എന്താണ് എന്നുള്ളത്, അതായത് ബട്ടൺ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ബട്ടൺ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, B ഈക്വൽ ടു കാസ്റ്റിങ്ങിൻ്റെ ഉള്ളിൽ വീണ്ടും ബട്ടൺ എന്ന് കൊടുക്കുക. ദെൻ
ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി, FIN എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ സ്പേസ് കൊടുത്താൽ തന്നെ വരും ഫൈൻഡ് വ്യൂ ബൈ ID എന്ന് വരും. ദെൻ അതിൻ്റെ ഉള്ളിൽ r.id. ബട്ടൺ 1. ഈ ID എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തൊരു ID ഉണ്ട്. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുക. ഇവിടെ ഈ ID ഈക്വൽ ടു ബട്ടൺ 1 ഉണ്ടോ, ID ഈക്വൽ ടു പ്ലസ് ID/button 1. ആ ID ആണ് ഇവിടേക്ക് വരിക, ബട്ടൺ 1, ID.button 1. ഇവിടെ ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ എറർ പോകും. തന്നെ ഈ ആറിൻ്റെ എറർ നമുക്ക് അവസാനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പോൾ തൽക്കാലം അത് അവിടെ നിന്നോട്ടെ. ദെൻ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ, അതായത് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ സെറ്റ് ഓൺ അടിച്ച് നമ്മൾ കൺട്രോളും സ്പേസും ഒരുമിച്ച് പ്രസ് ചെയ്താൽ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്ന് വരും. അതിൻ്റെ ഉള്ളിൽ ന്യൂ, ദെൻ വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ വരും. ഓക്കെ, അപ്പോൾ തന്നെ ഓൺ ക്ലിക്ക് പറഞ്ഞ ഫംഗ്ഷൻ വന്നു. ഇവിടെ ഒരു എറർ കാണിക്കുന്നിടത്ത് അവിടെ ഒരു സെമിക്കോളൻ കൊടുക്കാം. ദെൻ ഈ ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്, ദെൻ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് ദെൻ ഈ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ എന്താക്കി കൊടുക്കുക? നമുക്ക് എന്താണോ ടോസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്, ഹലോ വേൾഡ്. ദെൻ ഈ ഡ്യൂറേഷൻ എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ടോസ്റ്റിന്റെ T ക്യാപിറ്റലായിരിക്കണം, ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ്ങോ ഷോർട്ടോ നമുക്ക് കൊടുക്കാം. തൽക്കാലം ഞാൻ ലോങ് കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ദെൻ അതിൻ്റെ പുറത്ത് ഡോട്ട് ഷോ സെമിക്കോളൻ. ഓക്കെ, എന്താണ്? ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്, ദെൻ ടെക്സ്റ്റ് ഹലോ വേൾഡ് എന്ന് കൊടുക്കുക, ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് ഡോട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്ര മാത്രമേ നമ്മൾ ഒന്നാമത്തെ പ്രോഗ്രാമിൽ ആകെ കോഡ് പഠിക്കേണ്ടതുള്ളൂ. കാരണം ഇവിടെ ബട്ടൺ ഡിഫൈൻ ചെയ്തു, ആ ഡിഫൈൻ ചെയ്ത് B.set ഓൺ, അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും. ഇതും നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, തന്നെ ഈ പ്രോജക്റ്റ് ഒന്ന് നമുക്ക് ആറിൻ്റെ അവിടെയൊക്കെ എറർ കാണിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ബിൽഡ് പ്രോജക്റ്റ് കൊടുത്താൽ ആ എറർ പോകും. കണ്ടോ, ആ എറർ പോയതുണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ R എന്ന് പറയുന്നിടത്ത് എറർ കാണിക്കും, റൂട്ട് ക്ലാസ്സിൻ്റെ എറർ കാണിക്കും. ആ ബിൽഡ് പ്രോജക്റ്റ് എന്ന് കൊടുത്താൽ എന്താവും? അല്ലെങ്കിൽ ബിൽഡ് ഓൾ ക്ലീൻ ഓൾ എന്നൊക്കെ കൊടുത്താൽ അത് പോകും. ഓക്കെ, ദെൻ അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്, കൺട്രോൾ S അടിച്ച് സേവ് ആയി. ദെൻ ഇനി നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ വിൻഡോൻ്റെ ഉള്ളിൽ പോയിട്ട് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് മാനേജർ ഉണ്ട്, AVD. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു AVD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ AVD ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ AVD ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി AVD ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ആ AVD നമ്മൾ ഒരു സ്ക്രീൻ സൈസ് 6.5 ഇഞ്ചസ് ആക്കിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അങ്ങനെ ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അങ്ങനെ ഒരു AVD ഇവിടെ റണ്ണായി വരും. ഇവിടെ റണ്ണാവുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും AVD റണ്ണാവാൻ. ഇങ്ങനെ ഒരു AVD ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ഇവിടെ നമ്മൾ റൺ ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ പ്രോജക്റ്റ് റൺ ചെയ്യുമ്പം ഈ AVDയിലേക്കാണ് അത് ലോഡാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. ഇത് ഹലോ വേൾഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇതാണ്. ഇതിങ്ങനെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനാണ്. ഇവിടെ SRCൻ്റെ ഉള്ളിലാണ് എന്ത്, com.example-ൻ്റെ ഉള്ളിലാണ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. അതിലെന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അതേപോലെ ലേ ഔട്ടിൻ്റെ ഉള്ളിലാണ് എന്ത്, ആക്ടിവിറ്റി main.xml. അതിലും എന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മുടെ ഇവിടെ AVD റണ്ണാവുന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, റണ്ണായിട്ടുണ്ട്. ദെൻ ഇതിങ്ങനെ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ദെൻ നമ്മുടെ പ്രോജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ റൺ ആവുന്നുണ്ട്. ദെൻ നമ്മുടെ ഇവിടെ AVD തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ APK ലോഡായി വരും. ലോഞ്ചിങ് ഹലോ വേൾഡ് 100% ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ലോഡായി വന്നു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോസ്റ്റ് ചെയ്യണം. ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഹലോ വേൾഡ് എന്ന് ടോസ്റ്റ് ചെയ്തു. കണ്ടല്ലോ, ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഹലോ വേൾഡ് എന്ന് ടോസ്റ്റ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ പ്രോഗ്രാമിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻ്റർഫേസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇങ്ങനെ ഒരു ബട്ടൺ വരയ്ക്കുക. ഔട്ട്പുട്ടോ സെയിം തന്നെയാണ് ഔട്ട്പുട്ടും വരിക. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു.